നമ്മൾ കഴിഞ്ഞ ദിവസം നട്ട പുതിന സ്പോഞ്ചിലും തെർമോക്കോളിനും അകത്തൊക്കെ ആയിട്ട് വേര് പിടിപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇങ്ങനെ പുതിന നന്നായിട്ട് വേര് പിടിച്ച് വന്നിട്ടുണ്ട്. ഇത് മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. നമ്മുടെ വീട്ടാവശ്യത്തിന് മേടിക്കുന്ന പുതിനയിൽ നിന്ന് തൈ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിനി ഞാനൊരു നെറ്റ് യൂസ് ചെയ്തത്, ഇതുപോലുള്ളൊരു ഗ്രീൻ നെറ്റ് യൂസ് ചെയ്ത് നമ്മുടെ ഒരു ചെടിച്ചട്ടിക്കുള്ളിൽ ഞാനിപ്പോൾ ഈ നെറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ഒരു പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇനി ഞാനിങ്ങനെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കും കേട്ടോ. എന്നിട്ട് ഈ നെറ്റ് തമ്മിൽ നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. ഇതുപോലെ റോൾ ചെയ്ത് വെച്ചിട്ട് നമ്മൾ പോട്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഇതുപോലെ സെറ്റ് ചെയ്ത് അറ്റാച്ച് ചെയ്തെടുക്കുവാണ് കേട്ടോ. അത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിൽ ഒരു കമ്പ് കൂടി വെച്ച് കൊടുക്കാം. മണ്ണും മണലും ചാണകപ്പൊടിയും ഒക്കെ കൂടിയിട്ടുള്ള മിക്സ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. നമുക്ക് എത്രത്തോളം മണ്ണ് വേണോ അത്രത്തോളം ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലുള്ളൊരു പൈപ്പ് ഇതിൻ്റെ ഉള്ളിലൂടെ നടുക്കൂടി ഇറക്കാൻ പോവുകയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ PVC പൈപ്പ് എടുക്കാം. എൻ്റെ അടുത്ത് PVC പൈപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പൈപ്പ് എടുത്തത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ഹോളുകളും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിതിപ്പോൾ കീറിയ പൈപ്പാണ്. ഇടയ്ക്കിടയ്ക്ക് കീറലുകളുണ്ട്. പഴയ പൈപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ വയ്ക്കുന്നത്. അപ്പോൾ ഈ പുതിനയുടെ തൈകൾ ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നടാൻ പോവുകയാണ് കേട്ടോ. ഈ തൈകൾ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ളതാണ്. ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കുറച്ച് തൈകളേ ഉള്ളൂ. ഇതിങ്ങനെയല്ല കേട്ടോ വയ്ക്കുന്നത്. ഇത് നമ്മൾ ഓരോ വേരുള്ള തൈയായിട്ട് ഇതിനകത്ത് നിന്ന് എടുക്കുവാണേ. ഇതിപ്പോൾ നല്ല വേരുള്ളതാണ് കണ്ടോ. ഇതുപോലെ വേരുള്ളതാണ് ഈ തൈകൾ. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഈ ചെറിയ ഹോളുകളിൽ കൂടി വെക്കുകയാണ്. ഇത് വേണമെങ്കിൽ നമുക്കൊരു 2 or 3 സ്ക്വയർ ആക്കി കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു കുഞ്ഞു വലിയ ഹോളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കാം കേട്ടോ. ഞാൻ ഇതിൻ്റെ ഉള്ളിലൂടെ ഞാനിങ്ങനെ കടത്തി വിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലിരുന്ന് നല്ല വലിയ ചെടികളായിട്ട് വരും കേട്ടോ. അപ്പോൾ ഓരോ തൈകളായിട്ട് ഞാൻ അങ്ങനെ വെക്കാൻ പോവാണ്. ഇത് ഇത്രയും വലുത് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും ഇതുപോലെ തന്നെ ഞാൻ റിപ്പീറ്റ് പിന്നെയും ഇതുപോലെ തൈകളുണ്ടാക്കി ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ കമ്പ് കൊണ്ടൊരു ചെറിയ ഓട്ട ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുവാണ്. ഇതിപ്പോൾ നമ്മൾ എടുക്കുന്ന പോട്ടിംഗ് മിക്സിൽ കല്ല് കാണാൻ പാടില്ല കേട്ടോ. കല്ലുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ തടയും. അത് കാരണം കല്ലില്ലാത്ത പോട്ടിംഗ് മിക്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. വലിയ കല്ലുകളൊന്നും ഇല്ലാത്ത നന്നായിട്ടുള്ള മണ്ണും മണലും ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ തെർമോക്കോളിനുള്ളിലാക്കിയത് ഇതുപോലെ വേര് വന്നിട്ടുണ്ട് കേട്ടോ. ഇതും ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നടാൻ പോവാണ്. ഇതിൻ്റെ ഉള്ളിലൂടെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിൽ നന്നായിട്ട് വെള്ളം എത്തും. കുറേശ്ശെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ.